ദേശീയപാതയുമായി ബന്ധപ്പെട്ട് കാസർഗോഡ് ജില്ലയ്ക്കകത്ത് നിരവധി പ്രതിസന്ധികൾ തുടർന്നു പോകുന്നുവെന്ന് കണ്ടെത്തിയതിനെ തുടർന്നാണ് കാസർഗോഡ് ജില്ലാ കളക്ടറുടെ നിർദ്ദേശത്തിൽ പ്രത്യേക വിദഗ്ധസമിതി ഒരു പഠനം നടത്താനായി തീരുമാനിച്ചത്. അതിനെ തുടർന്ന് വന്ന പല വിശദാംശങ്ങളും ഏറെ ഞെട്ടിപ്പിക്കുന്നതായിരുന്നു. പ്രധാനമായും ദേശീയപാത ചില കണ്ടെത്തലുകൾ തന്നെയാണ് റിപ്പോർട്ടിലുള്ളത്. കാരണം വലിയ തോതിൽ ഓവുചാലുകളുമായി ബന്ധപ്പെട്ട് നിർമ്മാണ കമ്പനികൾ വലിയ പ്രതിസന്ധികൾ ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടുകളിലേക്ക് ചളിവെള്ളം ഒഴുകിച്ചെല്ലാനും അതുപോലെ തന്നെ റോഡിലുള്ള മണ്ണും ചെളിയും പൂർണ്ണമായും വീട്ടിലേക്കും പരിസരത്തേക്കും പ്രധാനമായും ദേശീയപാതയോരത്തെ കൃഷിഭൂമികളിലേക്കും എത്തിയ കൃഷിഭൂമികൾ ഉപയോഗശൂന്യമാവാനും വീട്ടുകാർ അവിടെ നിന്ന് പൂർണ്ണമായും മഴക്കാലത്തെങ്കിലും മാറി താമസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവും എന്ന് തന്നെയാണ് പറയുന്നത്. എന്തായാലും ഇപ്പോൾ കളക്ടർ നൽകിയ നിർദ്ദേശം കാലവർഷം എന്തായാലും ജില്ലാ കളക്ടർ ജില്ലാ ഭരണകൂടം ഗൗരവപൂർണ്ണമായ ഇടപെടൽ നടത്തിയിട്ടുണ്ട്. കാസർകോട്ടെ ചില സ്ഥലങ്ങളിൽ നാട്ടുകാർക്ക് ഈ വെള്ളക്കെട്ടുമായി ബന്ധപ്പെട്ട പ്രശ്നമുണ്ട്. കാരണം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല, ഡ്രെയിനേജ് സംവിധാനം ഫലപ്രദമായിട്ടില്ല, ഈ ജലനിർഗമന മാർഗങ്ങൾ ഇല്ലാത്തത് കൊണ്ട് തന്നെ വെള്ളക്കെട്ടുണ്ടാവുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രശ്നം.